എല്ലാവർക്കും നമസ്കാരം. വലിയ ആശയങ്ങളൊക്കെ നമ്മൾ വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കാറുണ്ടല്ലോ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ഇസ്ലാമിക പണ്ഡിതൻ പൊതുസമൂഹത്തിൽ സംസാരിക്കുമ്പോൾ അവരുടെ ചുമലിൽ എത്ര വലിയ ഉത്തരവാദിത്തമാണ് വരുന്നത് എന്നതിനെക്കുറിച്ചാണ്. ശരി, അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു പണ്ഡിതന്റെ വാക്കിന് എന്തുകൊണ്ടാണ് ഇത്രയധികം ഭാരം വരുന്നത്? എന്തിനാണ് അവരുടെ സംസാരത്തെ നമ്മൾ ഇത്ര സീരിയസ് ആയിട്ട് എടുക്കേണ്ടത്? അതിൽ നിന്ന് തുടങ്ങാം. ശരിക്കും ഇതാണ് നമ്മൾ ആദ്യം ചോദിക്കേണ്ട ചോദ്യം. കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരു പണ്ഡിതൻ സംസാരിക്കുമ്പോൾ അത് വെറും ഒരു പേഴ്സണൽ അഭിപ്രായമായിട്ടല്ല ആൾക്കാർ കാണുന്നതല്ലേ. അതായത് അവരുടെ ഓരോ വാക്കും അത് പറയുന്ന ആളുടെ മാത്രം അഭിപ്രായമല്ല, മറിച്ച് ഒരു സമൂഹം മുഴുവൻ്റെയും അവരുടെ വിശ്വാസത്തിൻ്റെയും ഒക്കെ ഒരു പ്രതിഫലനമായിട്ടാണ് പലരും കാണുന്നത്. അപ്പോൾ അതൊരു ചെറിയ ഭാരമല്ല, അല്ലേ? ശരി, അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് നോക്കാം, ഒരു പണ്ഡിതൻ പൊതുസമൂഹത്തിൽ ഇടപഴകുമ്പോൾ പാലിക്കേണ്ട ഒരു 5 അടിസ്ഥാന നിയമങ്ങൾ എന്തൊക്കെയാണെന്ന്. ഇത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഈ 5 കാര്യങ്ങളെ നമുക്കൊരു ധാർമ്മിക ചട്ടക്കൂടായിട്ട് കാണാം. അതിലെന്തൊക്കെയുണ്ട്? 1. സമീപനത്തിലുള്ള വിവേകം. പിന്നെ വളരെ മാന്യമായ അന്തസ്സുള്ള സംസാരം. അതോടൊപ്പം നീതിയും സത്യസന്ധതയും. ലക്ഷ്യം പ്രശസ്തിയല്ല, മാറ്റമാണെന്ന ബോധ്യം. പിന്നെ സംസാരിക്കുന്ന സാഹചര്യത്തെക്കുറിച്ചുള്ള ഒരു ധാരണ. അപ്പോൾ നമുക്ക് ഈ ഓരോന്നും എന്താണെന്ന് വിശദമായിട്ട് നോക്കിയാലോ. ഇതിലെ ആദ്യത്തെ നിയമം ഹിക്മത്ത് എന്നൊരു ആശയത്തെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ വെറുതെ അറിവുണ്ടായാൽ പോരാ, ആ അറിവിനെ വളരെ വിവേകത്തോടെ ഉപയോഗിക്കാനുള്ള കഴിവാണ്. ഇനി രണ്ടാമത്തെ നിയമം, അതും വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് നമ്മളോട് വിയോജിക്കുന്ന ആളുകളോട് പോലും സംസാരിക്കുമ്പോൾ ആ ഒരു ബഹുമാനം വിടാൻ പാടില്ല. പരിഹസിക്കുകയോ പേഴ്സണലായിട്ട് അറ്റാക്ക് ചെയ്യുകയോ ഒന്നും ചെയ്യാതെ വളരെ മാന്യമായി സംസാരിക്കുക. മൂന്നാമത്തെ നിയമം ആവശ്യപ്പെടുന്നത് എന്താണെന്ന് വെച്ചാൽ പൂർണ്ണമായ സത്യസന്ധതയാണ്. അതായത് നമ്മൾ ഉൾപ്പെടുന്ന ഗ്രൂപ്പിനോടുള്ള കൂറിനേക്കാൾ എപ്പോഴും വലുത് സത്യമായിരിക്കണം. അവിടെ ഒരു വിട്ടുവീഴ്ചയ്ക്കും സ്ഥാനമില്ല. ഇനി നാലാമത്തെ നിയമം, ഇത് ഇന്നത്തെ കാലത്ത് ഭയങ്കര പ്രസക്തിയുള്ള ഒന്നാണ്. അതായത് ലക്ഷ്യം സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയോ ലൈക്ക് കിട്ടുകയോ അല്ല, മറിച്ച് ആൾക്കാരുടെ മനസ്സിൽ ഒരു നല്ല മാറ്റം കൊണ്ടുവരിക എന്നതായിരിക്കണം. പ്രശസ്തിക്ക് വേണ്ടി സംസാരിക്കുന്നതിനെതിരെ ഇതൊരു വലിയ മുന്നറിയിപ്പാണ്. ശരി, അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ തത്വങ്ങളില്ലേ, ഇന്ന് നമ്മുടെ കാലത്തെ ഏറ്റവും വലിയൊരു സാമൂഹിക പ്രശ്നത്തിൽ, ഒരു വെല്ലുവിളിയിൽ എങ്ങനെ പ്രയോഗിക്കാമെന്ന് നോക്കാം. ഇവിടെ വർഗീയതയെ ഒരു മഹാമാരിയോടാണ് ഉപമിച്ചിരിക്കുന്നത്. വളരെ ശക്തമായ ഒരു രൂപകമാണത്, അല്ലേ? അപ്പോൾ ഒരു യഥാർത്ഥ പണ്ഡിതന്റെ റോൾ എന്തായിരിക്കണം? ഈ രോഗം പരത്തുന്ന ആളാവരുത്, മറിച്ചത് സുഖപ്പെടുത്തുന്ന ഒരു ഡോക്ടറെ പോലെയാവണം. ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ ഒരു കാഴ്ചപ്പാട് ഇവിടെ വളരെ വ്യക്തമാണ്. മനുഷ്യരെ പല വർഗങ്ങളും ഗോത്രങ്ങളുമായി സൃഷ്ടിച്ചത് പരസ്പരം തിരിച്ചറിയാനാണ്, അല്ലാതെ തമ്മിൽ തല്ലാനും വെറുക്കാനുമല്ല. അപ്പോൾ ഇസ്ലാമിന്റെ ലക്ഷ്യം തന്നെ വംശീയതയുടെയും മറ്റും മതിലുകൾ പൊളിക്കുക എന്നതാണ്, അല്ലാതെ അത് കെട്ടിപ്പോക്കുകയല്ല. അപ്പോൾ ചോദ്യം ഇതാണ്, ഈ വിദ്വേഷത്തിന്റെ മഹാമാരിയെന്ന് നമ്മൾ പറഞ്ഞല്ലോ, ഇതിനെ ഒരു പണ്ഡിതൻ എങ്ങനെയാണ് നേരിടേണ്ടത്? എന്താണ് അതിന്റെ ശരിയായ വഴി? സമൂഹത്തിൽ കാണുന്ന ഈ ഭിന്നതകളൊക്കെ ഇല്ലാതാക്കാൻ ഒരു പണ്ഡിതനെ എന്തൊക്കെ ചെയ്യാൻ പറ്റും? അതിനുള്ള ഒരു 5 വഴികളാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. ഇതൊരു ടൂൾ കിറ്റ് പോലെ നമുക്ക് കാണാം. ആദ്യത്തെ സ്റ്റെപ്പ് വളരെ ക്ലിയറാണ്. വിദ്വേഷം കാണിക്കുന്നവരോട് അതേ നാണയത്തിൽ നമ്മൾ തിരിച്ച് വിദ്വേഷം കാണിച്ചാൽ എന്ത് സംഭവിക്കും? അത് ഒരു ഗുണവും ചെയ്യില്ല, പ്രശ്നം വഷളാക്കുകയുള്ളൂ. പോരാത്തതിന് നമ്മൾ പ്രതിനിധീകരിക്കുന്ന ആ വിശ്വാസത്തിന് തന്നെ അത് ചീത്തപ്പേരുണ്ടാക്കും. രണ്ടാമത്തെ കാര്യം, അസബിയത്ത് ഒഴിവാക്കുക എന്നതാണ്. എന്താണ് ഈ അസബിയത്ത്? അതായത് സ്വന്തം ഗ്രൂപ്പ് തെറ്റ് ചെയ്താലും അത് സാരമില്ല, നമ്മുടെ ആളുകളല്ലേ എന്ന് പറഞ്ഞ് അന്ധമായി ന്യായീകരിക്കുന്ന ഏർപ്പാടില്ലേ, അത് പാടില്ല. ഒരു പണ്ഡിതൻ എപ്പോഴും നിൽക്കേണ്ടത് സത്യത്തിന്റെ കൂടെയാണ്, സ്വന്തം ഗ്രൂപ്പിന്റെ കൂടെയല്ല. അപ്പോൾ ഇവിടെ 2 വഴികളുണ്ട്. ഒന്നുകിൽ ഭിന്നിപ്പിന്റെയും വിദ്വേഷത്തിന്റെയും വഴി, അല്ലെങ്കിൽ ഐക്യത്തിന്റെയും സമാധാനത്തിന്റെയും വഴി. ഒരു പണ്ഡിതൻ തിരഞ്ഞെടുക്കേണ്ടത് തീർച്ചയായും രണ്ടാമത്തെ വഴിയാണ്. ചരിത്രത്തിൽ മദീന ചാർട്ടർ പോലെയുള്ള സംഭവങ്ങൾ ഇതിന് ഏറ്റവും നല്ല ഉദാഹരണങ്ങളാണ്. കണ്ടില്ലേ, ഇവിടെയാണ് ആത്മസംയമനത്തിന്റെ പ്രാധാന്യം വരുന്നത്. പ്രകോപനമുണ്ടാക്കുന്ന സംസാരങ്ങൾ കേൾക്കുമ്പോൾ അതിന് എണ്ണയൊഴിച്ചു കൊടുക്കുകയല്ല വേണ്ടത്. ഒരു യഥാർത്ഥ പണ്ഡിതൻ അവിടെ ശാന്തമായി സമാധാനം എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യുക. ആ തീ അവിടെ കെടുത്തുകയാണ് വേണ്ടത്, ആളി കത്തിക്കുകയല്ല. ഇതെല്ലാം കേട്ട് കഴിയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. അപ്പോൾ ആരാണ് യഥാർത്ഥ പണ്ഡിതൻ? നമ്മൾ, അതായത് കേൾവിക്കാർ, എങ്ങനെയാണ് ശരിയായ പാണ്ഡിത്യത്തെ തിരിച്ചറിയുക? അപ്പോൾ നമ്മൾ കേൾക്കുന്നവർക്ക് ഒരാളെ വിലയിരുത്താൻ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാം. അവരുടെ പുറമേയുള്ള വേഷം നോക്കിയോ അല്ലെങ്കിൽ ഉച്ചത്തിലുള്ള ശബ്ദം കേട്ടോ അല്ല ഒരാളെ അളക്കേണ്ടത്, മറിച്ച് അവരുടെ വാക്കുകളിൽ വിനയമുണ്ടോ കാരുണ്യമുണ്ടോ എന്ന് നോക്കുക. അവർ പറയുന്ന കാര്യങ്ങൾ നീതിക്ക് നിരക്കുന്നതാണോ എന്ന് പരിശോധിക്കുക.
ഓർക്കുക, ശരിയായ ആത്മീയത വെറുപ്പിന്റെ വഴിയല്ല, സ്നേഹത്തിന്റെ വഴിയാണ്. അപ്പോൾ അവസാനം നമ്മൾ സ്വയം ചോദിക്കേണ്ട ചോദ്യം ഇതാണ്: നമ്മൾ കേൾക്കുന്ന, നമ്മൾ പിന്തുടരുന്ന ആളുകളുടെ വാക്കുകൾ സമൂഹത്തിൽ സ്നേഹം വളർത്തുകയാണോ അതോ മുറിവുകളുണ്ടാക്കുകയാണോ ചെയ്യുന്നത്? ഒരു യഥാർത്ഥ പണ്ഡിതനാരാണ്? വിദ്വേഷത്തിന്റെ തീ കെടുത്തുന്നവനോ അതോ അതിൽ എണ്ണയൊഴിക്കുന്നവനോ?